പ്രത്യാശയോടെ ഒരുക്കത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇന്നലകളിൽ കഴിഞ്ഞ ഒരാഴ്ചഘട്ടമായിട്ട് എന്നെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഈ ആഴ്ചഘട്ടത്തിൻ്റെ നടുവിൽ എനിക്ക് ദൈവാത്മാവ് ഒരു ആലോചനയും നൽകുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആലോചന ലഭിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ രാത്രി കാലത്തിലായിരുന്നു. ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭങ്ങളുടെ നടുവിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഉണർത്തി ഒരു ആലോചന തന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഉറങ്ങണം. ഉറക്കം ഇല്ലെങ്കിൽ മനുഷ്യന് നിലനിൽപ്പില്ല. ഉറക്കത്തിലാണ് എല്ലാം മനുഷ്യൻ്റെ ശരീരം മെയിൻറ്റെയിൻ ആകുന്നത്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ആയുസ്സൊക്കെ ആരോഗ്യം കുറയും, ക്ഷയിക്കും, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എല്ലാവർക്കും ഉറക്കം ആവശ്യമാണ്. നമ്മൾ 12 മണിയോട് അടുപ്പിച്ച് ഇങ്ങനെ ഉറങ്ങി പെട്ടെന്നങ്ങ് ദൈവാത്മാവ് എന്നെ ഉണർത്തുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർത്തുവാനിടയിൽ തീർന്നു. അങ്ങനെ ദൈവവചനം ആഴ്ച കൈമാറുവാനുള്ള ദൈവാലോചനയെ കർത്താവ് നൽകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ വെളിച്ചത്തിൽ ദൈവമല്ലേ എന്നെ ഉണർത്തിയിരിക്കുന്നത്, പിന്നെ ദൈവത്തിനായി എങ്ങനെ വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനിടയിൽ തീർന്നു. അതിൻ്റെ നടുവിലാണ് ഇന്ന് പകൽക്കാലത്തിൽ ഹല്ലേലൂയ നമ്മൾ ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുങ്ങി ഇന്നലകളിൽ ഫൈനലൈസ് പിന്നെയും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പല പ്രാവശ്യം എന്നോട് ഇടപെട്ടു. പക്ഷേ പിന്നെയും ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ദാഹം, ആ എരിവ് പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു അനുഭവങ്ങളുടെ നടുവിലാണ്. നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ കടന്നു വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നിമിത്തമൊക്കെയും ആ പ്രശ്നങ്ങൾ നമ്മൾ ദൈവം എന്ന കർത്താവ് പകരുന്ന അതേ തലത്തിൽ നമുക്ക് പിന്നെയും അത് കൈമാറാൻ സാധിക്കാത്തൊരു അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ അനുദിനം പ്രശ്നങ്ങൾ, അനുദിനം ബുദ്ധിമുട്ടുകൾ. ഇന്ന് ഞങ്ങൾ ഇന്ന് പകൽക്കാലത്തിൽ ആരാധനയ്ക്കായിട്ട് നേരത്തെ വരണമെന്ന് കരുതി. പക്ഷെ നേരത്തെ പുറത്തിറങ്ങിയ ഉടനെ വാഹനത്തിൽ നോക്കിയാൽ വാഹനം ഇങ്ങനെ ഓടിച്ചു തുടങ്ങിയപ്പോൾ കാണാം അതിൽ പ്രത്യേക ശബ്ദം കേൾക്കണം. നോക്കിയപ്പോൾ ടയർ പഞ്ചറായിരിക്കുന്നു. പിന്നെ വേഗത്തിൽ അതിന് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ ടയർ മാറ്റാൻ നോക്കിയപ്പോൾ സ്റ്റെപ്പിന് ടയറും അതിൽ ഡാമേജ് ആയിരിക്കും, അതിൽ കാറ്റില്ല. പിന്നെ നമ്മളെ അടുത്ത സുഹൃത്തിൻ്റെ ഹല്ലേലൂയ ഒരു പമ്പ് മേടിച്ച് അല്ലെങ്കിൽ ഒന്ന് അടിച്ച് നിറച്ച് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലാണ് ഇനി ഓടി വന്നത്. എന്തായാലും ദൈവം നമ്മളെ ആരാധന മുടക്കിയില്ല. ഹല്ലേലൂയ. അതിന്റെ തടസ്സം ഒത്തിരി കൊണ്ട് നമ്മൾ ഓർഗണിൽ ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചൊക്കെ വരുന്നു. അതിൽ ഇന്ന് വന്നപ്പോൾ ടെമ്പോ ഒക്കെ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയാൽ പോകുന്നു, ഒത്തില്ല. അങ്ങനെ പിന്നെയും തടസ്സം, എല്ലാ തരത്തിലും തടസ്സം. നമ്മുടെ കുടുംബങ്ങളൊക്കെ നോക്കിയാൽ എല്ലാ തടസ്സം തന്നെയാണ്. അതിന് തടസ്സങ്ങളുടെ നടുവിൽ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ നടുവിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് പകൽക്കാലത്തിലെ എല്ലാ തടസ്സങ്ങളുടെ നടുവിൽ, എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളുടെ ജീവിതം നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് അനുദിനം പ്രശ്നങ്ങൾ, അനുദിനം ശരീരമായി ബലഹീനത, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഭാരങ്ങൾ, ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ ഓടിപ്പോകേണ്ട അനുഭവമാണ് പിശാച് എപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാറ്റിലും നിന്നും വിടിവിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലത്ത് വന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മളെ കാത്തുകൊള്ളും, ഭയപ്പെടേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ വലയുവാൻ, കുടുംബങ്ങൾ വലയുവാൻ ഇടവരുത്തത്തില്ല. നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, സഭയെ വലയ്ക്കുവാൻ ശത്രു എഴുന്നേറ്റ് നിൽപ്പുണ്ട്. ശത്രു ഹല്ലേലൂയ. ശത്രു നമ്മളെ പരീക്ഷിക്കാതെ, ശത്രു ഇടർച്ച വരുത്താതെ നാളുകളിൽ നമ്മെ നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ശത്രുവിനെ കാക്കുവാൻ, ശത്രു വരുത്തുന്ന അനർത്ഥങ്ങൾ, ദോഷങ്ങൾ, പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മെ വെടിവെച്ച് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ അനുദിനം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാകും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രപ്പ. ഇന്ന് പകൽക്കാലത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനുള്ള കൃപ കർത്താവ് നൽകിയല്ലോ. ആമേൻ. കടന്നു വന്ന മക്കളെ അനുഗ്രഹിക്കണേ. കടന്നു വന്ന മക്കളോട് അങ്ങ് സംസാരിക്കണമേ. കടന്നു വന്ന മക്കളോട് അങ്ങ് ഇടപെടണമേ കർത്താവേ. ഓ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ ഏൽപ്പിച്ചു തരും, മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരികയാണ്. ആമേൻ. വചനത്തിൻ്റെ വാതിലുകളെ ഞങ്ങളെ തുറന്ന് ഒളിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഏൽപ്പിച്ചു തരികയാണ്. ആരമുഖത്തെ പൊഴിച്ചെല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവജനം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്, ഇന്നത്തെ പകൽക്കാലത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് പരീക്ഷ എന്നുള്ളതിനെ കുറിച്ചാകുന്നു, പരീക്ഷയെക്കുറിച്ചാകുന്നു ദൈവാത്മാവ് എന്നോട് സംസാരിക്കാനിടയിൽ തീർന്നത്. പരീക്ഷ. ആമേൻ. നമ്മളൊക്കെയും ഒത്തിരി പരീക്ഷകളൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളവരാണ്. പരീക്ഷ എഴുതിയിട്ടുള്ളവർ, പരീക്ഷ എന്തെന്ന് അറിയുന്നവരാണ്. പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ
ഒരുങ്ങണം, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം. പരീക്ഷിക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ജയിക്കണം, അല്ലേ? ജയത്തിന് വേണ്ടിയാണ് പരീക്ഷ എഴുതുന്നത്. ആമേൻ. ജയമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഹല്ലേലൂയ. തോൽവി നമുക്ക് ഹല്ലേലൂയ നമുക്കുള്ളതല്ല. തോൽവി ശത്രുവിനുള്ളത്. ഹല്ലേലൂയ. ഇവിടെ ദൈവാത്മാവ് പറയുന്നത് പരീക്ഷയിൽ, കർത്താവ് പറയുന്ന പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് പറയുന്നു. എന്തെന്ന് ചോദിച്ചാൽ സാത്താൻ ഏത് നേരത്തും ഇടർച്ച ചെയ്തിടും. സാത്താൻ ഏത് നേരത്തും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ ഉള്ളതുപോലെ സാത്താനും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിത യാത്രയിൽ, നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മോട് കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അനുദിനം കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുദിനം നമ്മൾ പരീക്ഷിക്കപ്പെടാം. ആമേൻ. ആരാകുന്നു നമ്മളെ പരീക്ഷിക്കുന്നത്? പരീക്ഷിക്കുന്നതാണ് ദൈവമാണോ പരീക്ഷിക്കുന്നത്? അല്ല. കർത്താവ് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. പരീക്ഷ ഉണ്ട്, എല്ലാവരുടെ ജീവിതത്തിൽ പരീക്ഷയുണ്ട്. ഒട്ടനവധി പരീക്ഷകളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. എന്നാൽ ആരാണ് പരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ സാത്താനാണ് പരീക്ഷിക്കുന്നത്. എല്ലാവരെയും ഭൂതലത്തിൽ പാർത്ത ജഡപ്രകാരം ജീവിക്കുന്ന ജഡത്തിലുള്ള എല്ലാ മനുഷ്യരെയും സാത്താൻ പരീക്ഷിക്കുവാനിടയെ തീരും. ആമേൻ. ആ പരീക്ഷകൾ സാത്താൻ നമ്മെ പരീക്ഷിക്കുമ്പോൾ, നമ്മൾ പരിശോധിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ തോറ്റുപോകാതിരിക്കുവാൻ വേണ്ടിയാകുന്നു. പരീക്ഷിക്കപ്പെടുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ വരും. ആമേൻ. മത്തായി സുവിശേഷത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം മുതൽ സാത്താൻ മനുഷ്യനെ പരീക്ഷിച്ചു വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകത്തിലെ ആദിയിൽ ആദാമിനെയും ഹവ്വയെയും സാത്താൻ പരീക്ഷിക്കുവാനിടയിൽ തീർന്നു. ദൈവത്തിൻ്റെ മനുഷ്യനാകുന്ന ഹല്ലേലൂയ ആദാമിനെയും ഹവ്വയെയും സാത്താൻ പരീക്ഷിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 2:16 വായിക്കുമ്പോൾ ദൈവം എന്ന കർത്താവ് മനുഷ്യനോട് പറഞ്ഞത് മനുഷ്യനോട് പറഞ്ഞത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ ഹല്ലേലൂയ തോട്ടത്തിലുള്ള നന്മ തിന്മകളെക്കുറിച്ചുള്ള തോട്ടത്തിലുള്ള സകല വൃക്ഷഫലം നിങ്ങൾക്ക് തിന്നാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിന്ന് മരിക്കുമെന്ന് പറയാൻ ഇടയിൽ തീർന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതാണ്. ഹല്ലേലൂയ. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ പറയാനിടയിൽ തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ ശാശ്വതമായി വാഴുവാൻ വേണ്ടിയാണ് ദൈവം എന്ന കർത്താവ് അങ്ങനെ പറയാനിടയിൽ തീർന്നു. അതേ സ്ഥാനത്ത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അത് 3-ാം അധ്യായത്തിൽ സാത്താൻ വന്ന് മനുഷ്യനോട് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ മരിക്കത്തില്ല. ആമേൻ. ഈ വൃക്ഷഫലം തിന്നാൽ മരിക്കത്തില്ല. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷഫലം തിന്നാൽ നിങ്ങൾ മരിക്കത്തില്ല. നിങ്ങളുടെ കണ്ണൊക്കെ തുറന്ന് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് അത് മനുഷ്യനോട് പറഞ്ഞു. മനുഷ്യനെ ഹല്ലേലൂയ അങ്ങനെ മനുഷ്യനോട് പറഞ്ഞ് മനുഷ്യനെ തെറ്റിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ആദിമ കാലം മുതൽ മനുഷ്യൻ തെറ്റുവാനിടയിൽ തീർന്നു. മനുഷ്യൻ പരീക്ഷയിൽ അകപ്പെടുവാനിടയിൽ തീർന്നു. ആദിമ മനുഷ്യൻ ആദാവും ഹവ്വയും സാത്താൻ്റെ പരീക്ഷയിൽ അകപ്പെടുവാനിടയിൽ തീർന്നു. ദൈവത്തെ പോലെ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങളുടെ നന്മ തിന്മകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ മനുഷ്യൻ തെറ്റുവാനിടയിൽ തീർന്നു. മനുഷ്യൻ ഹല്ലേലൂയ ആ പരീക്ഷയിൽ പരീക്ഷയാണത്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞെന്താണ്? തോട്ടത്തിലെ സകല വൃക്ഷഫലം നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിന്നാം, പക്ഷേ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷഫലം തിന്നരുത് എന്ന് പറഞ്ഞു. അത് ഹല്ലേലൂയ. അതും പരീക്ഷ അർത്ഥം വച്ചിട്ടുള്ളതാണ്. എന്നാൽ സാത്താനും പരീക്ഷകൻ വന്നു മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിച്ചപ്പോഴാകുന്നു പരീക്ഷയിൽ സാത്താൻ പറഞ്ഞ വാക്കുകളിൽ വശീകരിക്കപ്പെട്ടു. പരീക്ഷയിൽ മനുഷ്യനെ സാത്താൻ തോൽപ്പിച്ചു. പരീക്ഷകൻ പരീക്ഷിച്ചപ്പോൾ മനുഷ്യൻ തോൽക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ.
അങ്ങനെ ആദിമ കാലം മുതൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതലേ ആമേൻ സാത്താൻ മനുഷ്യനെ ആമേൻ പരീക്ഷിച്ചു വരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ന് ചെയ്ത പാപത്തിൻ ഫലമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നത്, മരണം കടന്നു വന്നത്, രോഗം കടന്നു വന്നത്, ദുഃഖം കടന്നു വന്നത്, നിരാശ കടന്നു വന്നത്, സങ്കടം കടന്നു വന്നത്, ഇല്ലായ്മയും ഞെരുക്കവും ആമേൻ ആമേൻ ഹല്ലേലൂയ എല്ലാ പ്രശ്നങ്ങളും കടന്നു വന്നത് സാത്താൻ സാത്താൻ പരീക്ഷിച്ച പരീക്ഷയിൽ ആമേൻ മനുഷ്യൻ തോറ്റത് കൊണ്ടാകുന്നു. ആമേൻ സാത്താൻ്റെ ഒരു പ്രത്യേക മറ്റൊരു പദ്ധതിയുണ്ട്. മനുഷ്യനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിൽ നിന്ന് അകറ്റുക. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകറ്റുക, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവമക്കളുടെ കുടുംബത്തെ ചിതലമാക്കുക. എങ്ങനെ ചിതലമാക്കും സാത്താൻ? ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ സാത്താൻ ഇടപെടുവാനിടയെത്തീരും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ നടുവിൽ നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയാൽ കുഞ്ഞുങ്ങൾ എപ്രകാരമൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തോടു കൂടെ നടക്കുവാൻ താല്പര്യപ്പെടുന്നത്, ലോകത്തോടു കൂടെ നടക്കുവാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ലോകത്തിൻ്റെ ഗതികളിലേക്ക് അവർ തിരിച്ചുവിടുന്ന ഇന്നത്തെ യുവതലമുറ വരെ, അല്ലെങ്കിൽ ബാല്യക്കാരെ, കൗമാരപ്രായക്കാരെ, അല്ലെങ്കിൽ ഫോണുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നേരെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഗെയിം കളിക്കാനും ഹല്ലേലൂയ ലോകപ്രകാരമുള്ള കാഴ്ചകൾ കണ്ട് സമയം മെനക്കെടുത്ത് നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി സാത്താൻ ഇങ്ങനെ തിരിച്ചു വച്ചിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഒരു വാക്ക് പറയാനോ, ദൈവമേ എന്ന് വിളിക്കാനോ, ദൈവത്തോടു കൂടെ ഒരു പാട്ട് പാടാനോ, ഒരു വചനം വായിക്കാനോ ആർക്കും താല്പര്യമില്ല. സാത്താൻ ഇന്ന് മനുഷ്യനെ മുഴുവൻ പേരെയും കുഞ്ഞുങ്ങളെയൊക്കെയും പിടിച്ച് തിരിച്ച് ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. മുതിർന്നവരെയൊക്കെ കാര്യങ്ങൾക്ക് നോക്കിയാൽ ദൈവത്തിൽ നിന്ന് പുകഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിലേക്ക് ഒതുക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്. സാത്താൻ മനുഷ്യനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ പരിശോധിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധി വിട്ട് അകന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുക, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുക, ദൈവത്തിന് പുകഴ്ച കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഒത്തിരി പരീക്ഷകൾ സാത്താൻ കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലാണ് ഒത്തിരി പരീക്ഷകളെ അതിജീവിച്ചാൽ മാത്രമേ മനുഷ്യന് മുൻപോട്ട്, നമ്മുടെ ദൈവമക്കൾക്ക് മുൻപോട്ട് പോകാൻ സാധ്യമുള്ളൂ. ആയതുകൊണ്ട് ദൈവം എന്ന കർത്താവ് പറഞ്ഞു, പ്രാരംഭത്തിലേ പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്നാൽ പോരാ, നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ മത്തായി സുവിശേഷത്തിൽ നമ്മൾക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അതിൻ്റെ ഒരു ഭാഗമാകുന്നു. പരീക്ഷയിൽ അകപ്പെടാതെ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ എന്നുള്ളത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്താണെന്നോ? ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിട്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകട ഞങ്ങളോട് ക്ഷമിക്കണമേ. അടുത്ത് പറയുന്നതാണ്, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളിന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് പോകണമെന്നാണ് ദൈവാത്മാവ് ആലോചന പറയുന്നത്. ഞാൻ ഒരാഴ്ച കൊണ്ട് ദൈവാത്മാവ് എന്നെ കൈമാറിയ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്താകുന്നു? പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ. ദുഷ്ടൻ ഏത് നേരത്തും ഇടർച്ച ചെയ്യും. സാത്താൻ, പിശാച് ഏത് നേരത്തും ദൈവമക്കളെ ഇടർച്ച ചെയ്യും, പാപം ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ദോഷം എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വിഷയങ്ങളെ കൊണ്ടുവരും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ സാത്താൻ്റെ പരീക്ഷയിൽ ഇതൊരു പരീക്ഷയാണ്. നമുക്ക് വരുന്ന ഈ അനുഭവങ്ങളൊക്കെയും സാത്താൻ പരീക്ഷിക്കുകയാണ്. സാത്താൻ ഒത്തിരി മോഹപരവശയാക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവ് നമ്മളെ കാക്കുവാനിടയെ തീരും. ദുഷ്ടങ്കൽ ഏൽപ്പിക്കാതെ, ദുഷ്ടൻ നമ്മളെ പരീക്ഷിക്കാതിരിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഒരിക്കൽ ഇങ്ങനെ യേശു ഇങ്ങനെ പറയുവാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ഇങ്ങനെ പറഞ്ഞു, യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തല്ലോ. ശിഷ്യന്മാരെ പാറ്റുവാൻ വേണ്ടി ഒരിക്കൽ സാത്താൻ യേശുവിനോട് അനുവാദം ചോദിച്ചു. നിന്റെ ശിഷ്യന്മാരെ ഞാൻ പാറ്റി തരാം.
ആമേൻ ആമേൻ. യേശു മറുപടി ഇങ്ങനെ ഒരു വചനത്തിലൂടെ ഇങ്ങനെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു പറയുന്ന കാര്യമാണ്, സീമോനെ സീമോനെ, നിങ്ങളെ പാറ്റേണ്ടതിന് സാത്താൻ എത്ര പ്രാവശ്യം എന്നോട് ചോദിച്ചു എന്നറിയാമോ? ഞാൻ സമ്മതിച്ചില്ല. സമ്മതിച്ചാൽ നിങ്ങൾ ഈ ആത്മീയലോകത്ത് നിൽക്കത്തില്ല, നിങ്ങൾ കാണത്തില്ല, നിങ്ങൾ പൊടി പോലും കാണത്തില്ല. ആമേൻ. സാത്താൻ ഒത്തിരി കുറവുകൾ, കുറ്റങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ എന്ന് പറയാനിടയ്ക്കുന്നു. ആ കർത്താവാണ് പറയുന്നത്. കർത്താവ് യേശു പറയുകയാണ്, ഹല്ലേലൂയ, ഇവിടെ ആമേൻ തൻ്റെ ശിഷ്യന്മാർ, താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ ഒരിക്കലും ഞാൻ ചോദിപ്പാനിടയിൽ തീർന്നു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. അവരെ പഠിപ്പിച്ച പ്രാർത്ഥനയാകുന്നു. ആമേൻ. ഞാൻ കർത്താവ് യേശുവിനോട് ഞങ്ങളെ ശിഷ്യന്മാർ പറഞ്ഞ കാര്യമാണ്, നമുക്കൊക്കെ അറിയാം. ആമേൻ. ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. നമുക്ക് എത്ര പേര് പ്രാർത്ഥിക്കുവാൻ കഴിയും? ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അവസാന വരികളാകുന്നു, ആമേൻ, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എപ്പോഴും പരീക്ഷ നമ്മോട് കൂടെയുണ്ട്. അല്ലെങ്കിൽ ശത്രുവാകുന്ന നമ്മോട് കൂടെ, സാത്താൻ നമ്മോട് കൂടെ ഉണ്ട്, നമ്മുടെ പുറകിലുണ്ട്. ദൈവവും ഉണ്ട്, ദൈവത്തിൻ്റെ ദൂതനുണ്ട്, സാത്താനും ഉണ്ട്. ഹല്ലേലൂയ. ഏത് നേരത്തും നമ്മളെ തോൽപ്പിക്കുവാൻ സാത്താനോട്, ദൈവസന്നിധി അകറ്റിക്കളയുവാൻ, ദൈവത്തിൽ നിന്നുള്ളത് നന്മകളൊന്നും പ്രാപിച്ചാതെ എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ മേല് ആദിയും വ്യാധിയും രോഗങ്ങളും ഭാരങ്ങളൊക്കെ കൊണ്ടിട്ട് എരിക്ക് ദൈവത്തിന് പുകഴ്ച ഇല്ലാതാക്കുവാൻ വേണ്ടി സാത്താൻ കൂടെയുണ്ട്. ആ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് നമ്മൾ അനുദിനം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട്, ആമേൻ, ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന്റെ നടുവിൽ ദൈവം പ്രാർത്ഥന കേട്ട് നമ്മളെ കാവൽ ചെയ്യുവാനിടയെ തീരും. ഹല്ലേലൂയ. ആമേൻ. അതിനുവേണ്ടിയാകുന്നു, അതിനെ ഓർപ്പിച്ചുകൊണ്ടാകുന്നു കർത്താവ് അങ്ങനെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കാനിടയെ തീർന്നത്. ഹല്ലേലൂയ. രണ്ടാമതായി പറയുന്ന ഗെത്സമന തോട്ടത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ഗെത്സമന തോട്ടത്തിലേക്ക് വരുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അവിടെ യേശു പറയുന്ന ഒരു കാര്യമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടെയും പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിന്ന് അവിടെ പറയുന്നു. എന്തിനെങ്ങനെ സാഹചര്യം എന്ന് ചോദിച്ചാൽ, യേശുവും ശിഷ്യന്മാരുമായി യേശു എന്തിനാകുന്നു ഈ ലോകത്തിലേക്ക് വന്നത്? യേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഹല്ലേലൂയ. പാപികൾക്ക് പാപപരിഹാരം വരുത്തുവാൻ ഹല്ലേലൂയ ലോകത്തിൽ വന്നു. പാപത്തിലും ശാപത്തിലുമൊക്കെ ആണ്ടുപോയവരെ തിരിഞ്ഞ് രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. എന്നാൽ ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷയുടെ പര്യവസാനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ശുശ്രൂഷ തികച്ചുകൊണ്ട് ഹല്ലേലൂയ തന്നെ ഈ ലോകത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകുവാനിടയിത്തീരുന്നു. അത് പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് ചോദിച്ചാൽ, പുത്രൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവ ഇഷ്ടം ചെയ്യണം, ലോകത്തിൻ്റെ ഇഷ്ടമല്ല, ദൈവ ഇഷ്ടം ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ സാത്താൻ ആഗ്രഹിക്കുന്നത് സാത്താൻ്റെ ഇഷ്ടം, ലോക ഇഷ്ടം നമ്മൾ ചെയ്യണം. ലോകത്തിൻ്റെ ക്രമീകരണങ്ങൾ, ലോകത്തിലുള്ളതിനെ നമ്മൾ അനുഗമിക്കുക. ദൈവം ആഗ്രഹിക്കുക ദൈവത്തിലുള്ളതിനെ അനുഗമിക്കുക. ഹല്ലേലൂയ. അങ്ങനെ പരീക്ഷകൻ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ഗെത്സമന തോട്ടത്തിൽ യേശു ശിഷ്യന്മാരുമായി യേശു ഏൽപ്പിക്കപ്പെടുവാൻ സമയമായപ്പോൾ, നിങ്ങളൊക്കെ ദൈവജനം വിട്ട് അന്യപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൽ വ്യാകുലരായിരിപ്പെടുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധാലുക്കളായി ഇരുപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കണം. പിശാച് ഏത് നേരത്ത് നമ്മോട് ഇടർച്ച ചെയ്തു. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം കർത്താവേ, ആമേൻ, ഇടർച്ചകളൊക്കെ വരുവാൻ ഇടവരരുത്. ഇടർച്ചകൾ, ആമേൻ, ഹല്ലേലൂയ, ഇടർച്ചകൾ വരുന്നത്, ഹല്ലേലൂയ, സ്വാഭാവികം. ഇടർച്ച വരുത്തുന്നവനോ അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വചനമുണ്ട്. ആമേൻ. ഇടർച്ചകൾ സ്വാഭാവികമാണ്, എന്നാൽ ഇടർച്ച വരുത്തവൻ അയ്യോ കഷ്ടം. ആമേൻ. ഹല്ലേലൂയ. പരീക്ഷ നല്ലതാണ്, പരീക്ഷ വരുത്തുന്നവന് സാത്താൻ അയ്യോ കഷ്ടം എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഗെത്സമന തോട്ടത്തിൽ യേശു തന്നെ ഏൽപ്പിക്കപ്പെടുവാൻ, ആമേൻ, പാപികൾക്ക് വേണ്ടി യേശുവിനെ എന്തിനാണ് ലോകത്തിലേക്ക് അയച്ചത്? പാപപരിഹാരാർത്ഥം ഒരു യാഗമാകുവാൻ. ആമേൻ. ആ പ്രാർത്ഥന നിവർത്തിക്കുവാൻ എങ്ങനെയാകുന്നു യേശുവിനെ കാൽവരിയിൽ ഏൽപ്പിക്കപ്പെടുക. കാൽവരിയിൽ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് പിന്നെയും
ജീവിക്കുക എന്നുള്ളത്. ആമേൻ. അതിനായിട്ട് യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. അങ്ങനെ യേശുവിൻ ശിഷ്യന്മാർ തൻ്റെ പ്രവൃത്തിയുടെ അനന്തരം ആമേൻ ആമേൻ ഹല്ലേലൂയ പ്രവൃത്തി തികച്ചിട്ട് അവൻ്റെ യേശുവിൻ്റെ ആമേൻ ഹല്ലേലൂയ യേശു കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കുവാൻ കടന്നു പോകുന്ന ആ സന്ദർഭങ്ങളുടെ നടുവിൽ അവൻ ഗെത്സമന തോട്ടത്തിൽ താനും തൻ്റെ ശിഷ്യന്മാർ കൂടെയൊക്കെ ആയിരിക്കുകയാണ്. ആമേൻ ആമേൻ. അവിടെ ആയിരിക്കുമ്പോൾ യേശു പലപ്പോഴായി ആമേൻ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പലപ്പോഴായി ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മാറി ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന എന്താണ് പ്രാർത്ഥന? കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഞാൻ അനുഭവിക്കുവാൻ താൻ യാഗമാക്കുവാനിരിക്കുകയാണല്ലോ, താൻ അനുഭവിക്കാനിരുന്ന കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. എങ്കിൽ തന്നെയും എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ദൈവ ഇഷ്ടം എന്തായിരുന്നു? നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആമേൻ ലോകപ്രകാരം ഒരു വിടുതൽ പ്രാപിച്ച് ആമേൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിലക്കി രക്ഷിക്കപ്പെടുക, ആമേൻ ശത്രു ഉപദ്രവിക്കാതിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ആ യാഗമായി തീരുക, അതാകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആമേൻ യേശു അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അത് യേശു കാൽവരിയിൽ യാഗമാകാതിരിക്കുന്നത് സാത്താൻ്റെ ഇഷ്ടം, ലോകത്തിൻ്റെ ഇഷ്ടം. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കാൽവരിയിൽ യേശു യാഗമാകണം. അതിനായിട്ടാണ് യേശു പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ ഈ നാഴിക ഒത്തിരി ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്, ഒത്തിരി പ്രതികൂലമായി വന്നിരിക്കുകയാണ്. കർത്താവെ, കഴിയുമെങ്കിൽ ഈ സമയത്തെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഹിതം പോലെ നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ യേശു ആമേൻ പടയാളികൾ വന്ന് ആമേൻ കുന്തവും പടയാളികൾ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുവാനിടയിൽ തീർന്നു. യേശുവിനെ ക്രൂശിപ്പാൻ വേണ്ടി യേശുവിൻ്റെ ന്യായാസനങ്ങളിലേക്ക് കഷ്ടം അനുഭവിക്കുന്ന അനുഭവങ്ങളിലേക്ക് യേശുവിനെ കൊണ്ടുപോകാനിടയിൽ തീർന്നു. ആമേൻ. അതിനു മുൻപായിട്ട് ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരൊരു ഭാഗത്തായിരുന്നു. യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വരുമ്പോൾ യേശു ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു. അവർ ഉറങ്ങിപ്പോവുകയാണ്. അവർ ഉണർവ് നഷ്ടപ്പെട്ട അവർ ഉറങ്ങുന്ന അനുഭവങ്ങളുടെ നടുവിലാണ് യേശു അവരെ കാണുവാനിടയുന്നത്. അപ്പോൾ യേശു അവരോട് പറഞ്ഞ്, നിങ്ങൾ അല്പസമയം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ലയോ? അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ലയോ? കർത്താവ് നോക്കിയപ്പോൾ ആത്മാവ് ഒരുക്കമുള്ളത്, ശരീരമോ ബലഹീനം. ശരീരത്തിൻ്റെ ബലഹീന നിമിത്തം അവർ ഉറങ്ങിപ്പോവുകയാണ്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് ആമേൻ യേശു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെടാൻ നമ്മൾ ഇടയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശത്രുവിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ഇടയാകും. ആമേൻ ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഈ ദൈവ പദ്ധതി പ്രകാരം യേശു മരണത്തിലൂടെ പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനിടയിൽ തീർന്നു. അതേ സ്ഥാനത്ത് യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ യേശു ഉണർന്ന് പ്രാർത്ഥിക്കാതിരുന്നതിനാൽ അവർ പരീക്ഷിക്കപ്പെടുവാനിടയിൽ തീർന്നു. ആമേൻ. അവരെ ഓരോരുത്തരും യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇനി യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. യേശുവിനെ വിട്ട് ഓടുവാനിടയായി തീർന്നു. ആമേൻ. യേശുവിനെ ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരുടെ പരീക്ഷയിൽ, ശിഷ്യന്മാരുടെ പരീക്ഷയിൽ അവർ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവരെല്ലാം ചിതറിപ്പോകുവാനിടയിൽ തീർന്നു. അവരെല്ലാം ദൈവസന്നിധി യേശുവിനെ വിട്ട് ഓടിപ്പോകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് നമ്മൾ ഹല്ലേലൂയ ആമേൻ ശത്രുവിനോട് ദൈവത്തോട് ഹല്ലേലൂയ നമ്മൾ പരീക്ഷയിൽ കടത്താ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാതിരിക്കും കാലം. ആമേൻ. നമ്മൾ ശ്രദ്ധാലുക്കളായി ഇരിക്കാതിരിക്കുന്ന കാലം ഒക്കെയും നമ്മൾ പരാജയപ്പെടുവാനിടയിൽ തീരും. നമ്മളെ പിശാച് ആമേൻ ദൈവസന്നിധിയിൽ അകറ്റുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ സ്തോത്രം. അവിടെ ആ ഗെത്സമന തോട്ടത്തിൽ യേശു ജയമെടുക്കുവാനിടയിൽ തീർന്നു. പിതാവിൻ്റെ ഇഷ്ടത്തിനായി ഏൽപ്പിക്കപ്പെട്ട് തന്നെ ഹല്ലേലൂയ കാൽവരിയുടെ കുലത്തളത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുവാനിടയിൽ തീർന്നു. അതേ സ്ഥാനത്ത് ശിഷ്യന്മാരുടെ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ പരാജയം കടന്നു വരുവാനിടയിൽ തീർന്നു. അതേ ആ ശിഷ്യന്മാരുടെ നോക്കിയിട്ടാണ് കർത്താവ് കൂടെ പറയുന്നത്, ശിഷ്യന്മാരെ വിളിച്ചു പറയുന്നത്, നിങ്ങൾ അവരെ പ്രാർത്ഥന പഠിപ്പിച്ച് പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിൽ സാത്താൻ എപ്പോഴും നമ്മളെ പരീക്ഷിക്കാം. എപ്പോഴും നമ്മളെ പരീക്ഷിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പരീക്ഷിക്കപ്പെടാതിരിക്കണമോ?
പരീക്ഷിക്കപ്പെടാതിരിക്കണം എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും, കൃത്യമായിട്ട് പരീക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിനെ ഒരിക്കലും ഇങ്ങനെ പരീക്ഷിക്കുവാൻ ഇടയാണ് സാത്താൻ. യേശുവിനെ പരീക്ഷിച്ചു. ഹല്ലേലൂയ. യേശുവിനെ എവിടെ വെച്ചാണ് പരീക്ഷിച്ചത്? യേശു സ്നാനമേറ്റ് ഉപവസിച്ചുകൊണ്ട് സ്നാനമേറ്റ് അങ്ങോട്ട്, ഹല്ലേലൂയ, അങ്ങ് കയറി വചനം ഒന്ന് എടുത്താട്ടെ. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ വായിച്ചാട്ടെ. അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും യേശു മത്തായി സുവിശേഷം അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവൻ. യേശുവിനെ വരെ പരീക്ഷിക്കുക. ദൈവപുത്രനെ സാത്താൻ പരീക്ഷിച്ചു. അങ്ങനെയാണ് നമ്മളെ പരീക്ഷിപ്പാൻ എത്ര നേരം? നമ്മൾ കാറ്റത്ത് പറന്നു പോകും സാത്താൻ പരീക്ഷിച്ചാൽ. അതുകൊണ്ടാണ് അങ്ങനെ പരീക്ഷിക്കാതിരിക്കുവാൻ വേണ്ടിയാണ്, നമ്മളെ പറത്തിക്കളയാതിരിക്കാൻ വേണ്ടി, ശത്രു പറത്തിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ യേശു പറയുന്നത് ഉടനെതിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറയുന്നത്. ആമേൻ. ഇവിടെ വായിച്ചാൽ യേശുവിനെ പരീക്ഷിച്ച സമയത്ത് അനന്തരം യേശു പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 രാവും അവൻ 40 പകലും രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകനാകുന്ന സാത്താൻ അവൻ സാത്താനാൽ പരീക്ഷിക്കുവാൻ വേണ്ടി യേശുവിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബലത്തോടെ ഇങ്ങനെ വരുമ്പോഴാകുന്നു സാത്താൻ പുറകിൽ നിന്ന് പറയുന്നു, ആമേൻ, അല്ലെങ്കിൽ ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിക്കുക എന്ന് പറയുവാനേ തീർന്നു. ഹല്ലേലൂയ. പരീക്ഷകൻ അടുത്ത് വന്നിട്ട് പറയുന്നത് ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വചനം തുറന്ന് വായിച്ചാലും നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കാമെന്ന് പറഞ്ഞു. ആമേൻ. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെ താഴോട്ട് ചാടാൻ പറഞ്ഞു. ചാടുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ ആമേൻ. സാത്താൻ ഒരു വചനമൊക്കെ പറഞ്ഞാണ് ദൈവത്തിനെ പരീക്ഷിക്കുവാനിടയിൽ തീർന്നത്. അതിന് യേശു മറുപടി പറഞ്ഞത് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഒരു വചനം പറഞ്ഞ് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ യേശു ആമേൻ നിന്റെ ദൈവമാകുന്ന കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനെ അങ്ങ് മാറ്റിവെച്ച് സാത്താൻ വന്ന് കല്ല് അപ്പമായി തീരുവാൻ വേണമെങ്കിൽ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞ് പരീക്ഷിക്കുവാൻ കഴിയുന്നു. ആമേൻ. യേശു തക്ക മറുപടികൾ പറഞ്ഞപ്പോൾ സാത്താൻ പരീക്ഷകൻ യേശുവിനെ വിട്ട് ഓടിപ്പോകുവാനിടയിൽ തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണേ, പരീക്ഷകനിൽ നിന്ന് ആമേൻ പരീക്ഷകളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാത്താൻ ഓടിപ്പോകുവാനിടയിൽ തീരും. ഹല്ലേലൂയ. അല്ലാതിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ലോകപ്രകാരം ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ ലോകപ്രകാരം നമ്മൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, ദൈവത്തോട് പറയാതെ ആമേൻ നമ്മൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ അനുദിനം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇപ്രകാരമൊക്കെ ദൈവാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബ് പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ ചിന്താവിഷയം എന്താകുന്നു? പരീക്ഷയാകുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി പരീക്ഷകളുണ്ട്. പരീക്ഷ എഴുതാതെ ആർക്കും മുൻപോട്ട് പോകാൻ സാധ്യമല്ല. ആമേൻ. ഒരു കുട്ടികളുടെ നോക്കിയാൽ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ ജയിച്ചാലേ 2-ാം ക്ലാസ്സിൽ എത്തുള്ളൂ. 3-ാം ക്ലാസ്സിൽ എത്തണമെങ്കിൽ പരീക്ഷ എഴുതി ജയിക്കണം. 4-ാം ക്ലാസ്സിൽ എത്തണമെങ്കിൽ പരീക്ഷ എഴുതി ജയിക്കണം. 5-ാം ക്ലാസ്സിൽ എത്തണമെങ്കിൽ വിജയം വേണമെങ്കിൽ വിജയിച്ചാൽ മാത്രമേ, പരീക്ഷ എഴുതി ജയിച്ചാൽ മാത്രമേ 5-ാം ക്ലാസ് എത്തുള്ളൂ. 6, 7, 8, 9, 10 എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ പഠിച്ച് കയറി അങ്ങനെ വിജയം പ്രാപിച്ച് കടന്നു. വിജയം പ്രാപിക്കാത്ത ആരും അടുത്ത ക്ലാസ്സിലെത്തത്തില്ല.
ആമേ ഏതെങ്കിലും തലത്തിൽ 1 മുതൽ 9 വരെ പോയാൽ 10ാം ക്ലാസ്സിൽ നന്നായിട്ട് പരീക്ഷ എഴുതി ജയിച്ചില്ലെങ്കിൽ +1 +2 കിട്ടത്തില്ല. ആമേ ഡിഗ്രിക്കൊന്നും കിട്ടത്തില്ല. മുൻപോട്ട് കടന്നു പോകാൻ സാധ്യമല്ല. ആമേ ജയിക്കണം. ആമേ ദൈവാത്മാവ് ജയിക്കും. ആമേ ദൈവാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ജയാളിയായ കർത്താവ്, ലോകത്തെ ജയിച്ചവൻ, സകല പരീക്ഷകളെയും ജയിച്ച കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവൻ പറയുന്നത് നമ്മൾ ജയിക്കണം. നമ്മൾ ഉറങ്ങിയും വാടിയും തൂങ്ങിയും ലോകത്തിലുള്ളത് കണ്ടും കേട്ടും അനുഭവിച്ചും പറഞ്ഞും ചിരിച്ചും കളിച്ചും ഓടിക്കൊണ്ടിരിക്കുന്നതല്ല. അതിൻ്റെ നടുവിൽ എങ്ങനെയൊക്കെ കടന്നു പോയാലും ദൈവത്തോട് കർത്താവേ, ലോകപ്രകാരം എന്നെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുതേ, എന്നെ പരീക്ഷിക്കരുതേ. പരീക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശൂന്യമായി പോകും. നമ്മൾക്ക് ശത്രു പറപ്പിച്ച് കളയും, കാറ്റിൽ പോലെ പറപ്പിച്ച് കളയും. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഒരു ഫോൺ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ പിള്ളേരുടെയൊക്കെ മനസ്സിരിക്കുന്നത് എന്താണ്? ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് 2 ഗെയിം എടുത്ത് 2 കറക്ക് ഇറക്കാം, ഡ്രൈവിങ് ചെയ്തോണ്ട് പോകാം, വണ്ടി വെച്ച് ഓട്ടിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ഒരു പക്ഷിയെ പറപ്പിക്കാം, അല്ലെങ്കിൽ ഒരു മായാവിയെ പറപ്പിക്കാം. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഹൃദയങ്ങൾ. ഇതുപോലെ ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ലോകചിന്തകളാലും ഭാരങ്ങളാലും രോഗങ്ങളാലും ബുദ്ധിമുട്ടുകൾ ഒത്തിരി പിശാച് വലപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. ശത്രു നമ്മളെ വലയ്ക്കുന്നത് കാരണം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളക. ശത്രുവിനോട് പറയണം, നമ്മളെ അകറ്റുവാൻ സാധ്യമല്ലെന്ന് പറയണം. എന്ത് തന്നെ എന്നെ കൊണ്ടിട്ടാലും ഞാൻ കടന്നു പോകും. ഇന്നത്തെ പകൽക്കാലത്ത് എൻ്റെ അനുഭവം നോക്കിയാൽ ഇന്ന് ഈ ആലയത്തിൽ വരാൻ പറ്റുമെന്ന് കഴിഞ്ഞില്ല. വാഹനത്തിൻ്റെ തടസ്സം, എല്ലാ തരത്തിലും തടസ്സം. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ ഇവിടെ വന്നപ്പോൾ കീബോർഡിൻ്റെ തടസ്സം, അതിൻ്റെ പ്ലേ ചെയ്യാനുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിമിത്തം അത് തടസ്സം. പ്രൈസ് ദി ലോർഡ്. ഒരു കീബോർഡിസ്റ്റിനെ കിട്ടുന്നവരെ നമുക്ക് ഒത്തിരി തടസ്സം അതിൻ്റെ നടുവിൽ. എങ്കിൽ തന്നെ കർത്താവ് ഒരുപാട് മാറ്റി തരുന്ന ദൈവവും നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തോട് പറയാം, ദൈവം നമുക്ക് അടുത്ത ആവശ്യം അതൊക്കെ ക്ലിയർ ആക്കി തരുവാനായിട്ട് തീരും. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വചനത്തിൽ നിന്ന് അടുത്തൊരു വചനം കൂടി നമുക്ക് ശക്തിയേറിയൊരു കുറേ കാര്യങ്ങളാണ് അതിനകത്ത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് പരീക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്തിനെ കുറിച്ചാണ് പരീക്ഷ വരുന്നത്? എന്തിനു വേണ്ടിയാണ് പരീക്ഷ വരുന്നത്? നമ്മൾ പഠിച്ച പാഠത്തിന്മേൽ നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നടുവിൽ നിന്നാണ് പരീക്ഷ വരുന്നത് കേട്ടോ. നമ്മൾ ഏത് വിഷയമാണ് ഏതാകുന്ന ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്, അത് തന്നെ പരീക്ഷിക്കും. നമ്മൾ ചിന്തിക്കാത്തതൊന്നും പരീക്ഷയിൽ വരത്തില്ല. നമ്മൾ സ്കൂളിൽ പോയാൽ നമ്മൾ പഠിച്ച പാഠങ്ങളല്ലേ പരീക്ഷയിൽ ചോദിക്കത്തുള്ളൂ. പഠിച്ച പാഠങ്ങൾ ഹിന്ദി പഠിച്ചിരിക്കുമ്പോൾ തെലുങ്കിനെ കുറിച്ച് ചോദിക്കത്തില്ല. ഹിന്ദി പഠിച്ച ഒരു കുട്ടിയെ പരീക്ഷ എഴുതിപ്പിക്കുമ്പോൾ തെലുങ്ക് ചോദിക്കത്തില്ല, ഹിന്ദി തന്നെ ചോദിക്കും. മലയാളം പഠിച്ച ഒരു കുട്ടിക്ക് മലയാളം തന്നെ ചോദിക്കും. ഇംഗ്ലീഷ് പഠിച്ച ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് തന്നെ ചോദിക്കും. ഹല്ലേലൂയ. നേരെ മറിച്ച് നന്മയ്ക്ക് ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന പരീക്ഷ തിന്മയിലൂടെ തന്നെയാണ് വരും. നന്മ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നന്മയിലൂടെ തന്നെ വരും. നമ്മൾ എന്തിനേറെ പറയേണ്ടത്, എന്തിനേറെ പറയേണ്ടത്, ഒത്തിരി നമ്മൾ ദൈവത്തെ വിട്ട് നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ, ലോകത്തിന്റെ പുറകെ പോകാൻ തയ്യാറായാൽ, അപ്രകാരം നമ്മുടെ കൃപയിൽ പരീക്ഷ വരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറയാനിടയിൽ തീർന്നു, യേശുവിനെ സ്നേഹിക്കുന്നതിലും അപ്പുറം ഉപരി നിങ്ങളുടെ മക്കളെയോ കുടുംബത്തെയോ സ്വത്തുവകളെയോ ആടുമാടുകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യോഗ്യരല്ല. അപ്പനെ അമ്മയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ചിലർ പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മ അവരാണ് എനിക്ക് ജന്മം തന്നത്, എന്നെ വളർത്തിയത്, എനിക്ക് ആഹാരം തന്ന അവരാണ്, എൻ്റെ ദൈവം അവരാണ് എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ദൈവം, എൻ്റെ കാണപ്പെട്ട ദൈവം എൻ്റെ അപ്പനും അമ്മയാണ്, അച്ഛനും അമ്മയാണ് എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നവരുണ്ട്. അല്ലയ അങ്ങനെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും അപ്പനും അമ്മയ്ക്കോ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ മരുമക്കൾക്കോ ചെറുമക്കൾക്കോ ആർക്കെങ്കിലും സ്നേഹിതന്മാർക്കോ ആരെങ്കിലും ദൈവത്തെക്കാളും അപ്പുറം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞ സാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം പരിശോധിക്കും നമ്മളെ. ദൈവത്വമേൻ നമ്മൾ സാത്താൻ്റെ പദ്ധതി ഇങ്ങനെയാണ്, ദൈവത്തിൽ നിന്ന് മാറ്റി ലോകപ്രകാരം നമ്മൾ നടത്തുക. ലോകത്തിൽ ഇതുപോലെ അപ്പനെ സ്നേഹിക്കുക, അമ്മയെ സ്നേഹിക്കുക, അയൽവാസികളെ സ്നേഹിക്കുക, ലോകക്കാരെ മുഴുവൻ സ്നേഹിക്കുക, ലോകത്തിൻ്റെ വഴികളിൽ കൂടെ കടന്നു പോകുക, ലോകത്തിലുള്ള ചെയ്യുക, ലോകത്തിലുള്ള അനുഭവിക്കുക.
ഇപ്രകാരമൊക്കെ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ നമ്മളിവിടെ ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇയ്യോബ് ദൈവഭക്തനായിരുന്നു, അവൻ ദോഷം വിട്ടകന്നവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. ഇങ്ങനെയൊക്കെ ഇയ്യോബിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ ദൈവഭക്തൻ ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബിൻ്റെ വചനം. 1-ാമത്തെ വചനം വായിച്ചാൽ 1-ാമത്തെ വചനം, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകന്നവൻ. അവന് 7 പുത്രന്മാർ. അവൻ അങ്ങനെ നല്ല ഗുണങ്ങളുള്ള ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ പരീക്ഷ അവരുണ്ടായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിനെ വിവരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ എത്ര ഭക്തന്മാരായി എത്ര പ്രാർത്ഥിക്കുന്നവരായി തീർന്നിരുന്നാലും നമ്മൾ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഏവരുടെ മേലും പരീക്ഷ വരുവാനിടയിൽ തീരും. ഹല്ലേലൂയ. നമ്മൾ പരീക്ഷിക്കപ്പെട്ടാൽ നമ്മൾ ദൈവസന്നിധി കാണത്തില്ല. നമ്മൾ യോഗ്യരല്ല, അയോഗ്യരെന്നത് ദൈവം കാണുവാനിടയിൽ തീരും. ഒരിക്കലും സാത്താൻ ഇങ്ങനെ ഓരോ ദൈവമക്കൾ ദൈവദാസന്മാരെ പ്രസംഗത്തിലൂടെ പറയണായിട്ടല്ലേ, ദൈവമക്കൾക്കാണ് കൂടുതൽ പരീക്ഷ, ദൈവമക്കൾക്കാണ് കൂടുതൽ പരിശോധന. എന്തോ ചോദിച്ചാൽ അവർ പൂർണ്ണതയിലേക്ക് കടന്നു പോകുന്നവരാണ്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി സാത്താൻ ഒത്തിരി പരിശോധിക്കും, ഒത്തിരി അനുഭവങ്ങളെ കൊണ്ടിടും, ഒത്തിരി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ നോക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാനിത് പറയുന്ന സാരാംശം എന്ന് പറയുന്നത്, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബിന് ഒത്തിരി ഹല്ലേലൂയ സ്വത്തുവകളൊക്കെ ദൈവം കൊടുത്തിരുന്നു, മക്കളെ കൊടുത്തിരുന്നു. ഹല്ലേലൂയ. മക്കളെ കൊടുത്തിരുന്നു. ഇയ്യോബിന് എന്താ 7 പുത്രന്മാരുണ്ടായിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. 7000 ആടുകളുണ്ടായിരുന്നു, 3000 ഒട്ടകങ്ങളുണ്ടായിരുന്നു, 500 ഏർക്കാളയുണ്ടായിരുന്നു, 500 പെൺകഴുതയുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ദാസന്മാരും അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു കൂട്ടത്തിൻ്റെ ഒത്തിരി കാര്യങ്ങളാണ് ഇയ്യോബിൻ്റെ പേരുള്ളത്. ഇയ്യോബ് എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിച്ചു വരികയായിരുന്നു, യാഗങ്ങൾ അർപ്പിച്ചു വരികയായിരുന്നു. എങ്കിലും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമെന്നുള്ള പ്രാർത്ഥിച്ചു വന്നിരുന്നില്ല. ഹല്ലേലൂയ. എങ്കിൽ തന്നെയും ഇയ്യോബ് ഒത്തിരി ഈ സ്വത്തുവകയെല്ലാം നോക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്വത്തുവകയെല്ലാം നോക്കിക്കൊണ്ട് ഒത്തിരി ഭയപ്പെട്ടിരുന്നു കേട്ടോ. ഇതിനൊക്കെ എന്ത് വരുമെന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു അനുഭവത്തിന് നടുവിലാണ് ഇയ്യോബ്. ദൈവഭക്തനാണ്, പക്ഷേ എന്ത് ഭവിക്കും ഈ ആട്ടിൻകൂട്ടത്തിന്, ഈ ഹല്ലേലൂയ 7 പുത്രന്മാർക്ക് 3 പുത്രിമാർക്ക് 7000 ആടുകൾക്ക് 3000 ഒട്ടകത്തിന് 500 ഏർക്കാളയ്ക്ക് 500 പെൺകഴുതയ്ക്ക് ഏറ്റവും വലിയ ദാസീദാസം എന്ത് ഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. ശത്രു ഏത് നേരത്തെ ഇടർച്ച ചെയ്യുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബ് ഹല്ലേലൂയ ഇയ്യോബിൻ്റെ പുസ്തകം 1:3 വായിച്ചാലും വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഇയ്യോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ചു വരുത്തി ഓരോ ആഴ്ചപ്പട്ടം കൂടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു വരികയായിരുന്നു ഇയ്യോബ്. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെ ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് തന്റെ പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ത്യജിച്ചു പോയിരിക്കാം എന്ന് കരുതി എല്ലാ ദിവസവും പ്രാർത്ഥന കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തോണ ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇപ്പോഴും ചെയ്തു പോകുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു വരികയായിരുന്നു തൻ്റെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർ അനുദിനം പാപികളായി പാപം ചെയ്യുവാൻ സാധ്യതയുണ്ട്. പിശാച് അവരെ കൊണ്ട് പാപം ചെയ്യുവാൻ വളരെ സാധ്യത കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നോക്കിയാൽ എപ്പോഴും പാപത്തിൻ്റെ പാപസ്വഭാവം ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്നത് പിള്ളേരുടെ ജീവിതത്തിലാണ്. പാപസ്വഭാവം എപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് പിള്ളേരെ വിളിച്ചു വരുത്തി ഇയ്യോബ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു പോന്നിരുന്നു എങ്കിലും ഇയ്യോബ് തൻ്റെ ചുറ്റിലും ദൈവദൂതന്മാർ കാവലുണ്ട്. തൻ്റെ സ്വത്തുവകൾക്കും ദാസിദാസന്മാർക്കും മക്കൾക്കും എല്ലാറ്റിനും ആടുപാടുകൾക്ക് എല്ലാത്തിനും ദൈവത്തിൻ്റെ ദൂതന്മാർ കാവലുണ്ട്, വേലി കെട്ടിയിട്ടുണ്ട്, കാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഹല്ലേലൂയ ഇയ്യോബ്
ഭയപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും ഭവിക്കുമോ, ശത്രു അതിൻ്റെ പുറകെ ആമേൻ തൻ്റെ പ്രാർത്ഥനയ്ക്ക് പുറത്ത് ഒരു ശത്രുമണ്ഡലമുണ്ട്, സാത്താൻ്റെ മണ്ഡലമുണ്ട്, സാത്താനുണ്ട്. ആ സാത്താൻ എന്തെങ്കിലും കേടുപാട് വരുത്തുമോ എന്നാകുന്നു. അങ്ങനെ ഒരു ഭയവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാകും ദൈവസന്നിധിയിൽ ആമേൻ സാത്താനും സാത്താനും പുത്രന്മാർ ദൈവസന്നിധിയിൽ ചെന്നത്. അപ്പോൾ ദൈവം ചോദിച്ചു, നീ സാത്താനെ നീ എന്താ ഭൂമിയിൽ എവിടെയൊക്കെ പോയിട്ട് വരുന്നു ചോദിച്ചു. ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാകുന്നു. അപ്പോഴാകുന്ന ദൈവം സാത്താൻ ചോദിച്ചത്, എൻ്റെ ദാസനാകുന്ന ഇയ്യോവിൻ്റെ മേലാറ്റ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചതിന് സാത്താൻ പറഞ്ഞു, നീ അവന് വേലി കെട്ടിയിരിക്കല്ലേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഈ ഇയ്യോവിനെ, ദൈവഭക്തനാകുന്ന ഇയ്യോവിന് ദൈവം വേലി കെട്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഒത്തിരി പ്രാവശ്യം ആമേൻ ഇയ്യോവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ സാത്താൻ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ വേണ്ടി അവൻ വട്ടം കറങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ അതിന് സാധിച്ചില്ല. എന്തെന്ന് കാരണം എന്ന് ചോദിച്ചാൽ ഇയ്യോബിൻ്റെ ചുറ്റും ആമേൻ ദൈവം വേലി കെട്ടിയിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതിന് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു വരുന്നവരാണോ, പ്രാർത്ഥിച്ചു പോകുന്നവരാണോ, ദൈവത്തോടു കൂടെ നടക്കുന്നവരാണോ, നമുക്ക് ചുറ്റും വലിയൊരു വേലി ദൈവാത്മാവ് കെട്ടുവാനിടയായി തരും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പരീക്ഷിക്കുവാൻ, പരിശോധിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. സാത്താനെ പ്രത്യേകിച്ച് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അനുവദിക്കത്തില്ല. ആമേൻ. നമ്മൾ പരീക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവം കൂടെ അറിയണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ പരീക്ഷ അടുത്തു വരുവാനിടയിൽ തീർന്നു. ആമേൻ. ദൈവവും സാത്താനുമായിട്ടുള്ള വടംവലിയുടെ നടുവിൽ ഹല്ലേലൂയ ദൈവം അവരെ ഇയ്യോബിനെ അനുഗ്രഹിച്ച് വച്ചിരിക്കുന്നത് കൊണ്ടാകുന്നു, അവനെ ഇത്രയും സ്വത്തുവകകൾ കൊടുത്തു വച്ചിരിക്കുന്നത് കൊണ്ടാകുന്നു ദൈവത്തെ അവൻ ആരാധിക്കുന്നത്, ദൈവഭക്തനായിരിക്കുന്നതെന്ന് ദൈവസന്നിധിയിൽ കുറ്റം പറയുവാനിടയിൽ തീർന്നു. അങ്ങനെ നമുക്കൊന്ന് നോക്കാമെന്ന് ദൈവം പറഞ്ഞു. സാത്താനോട് പറഞ്ഞു. സാത്താൻ വന്ന് ഇയ്യോബിൻ്റെ ദേഹം മൊത്തം ബാധിച്ചു. ഇയ്യോബിനെ വളരെ രോഗി ഇയ്യോബിൻ്റെ സ്വത്തുവകളെ എല്ലാം നശിപ്പിച്ചു. ആടുമാടുകളെ എല്ലാം നശിപ്പിച്ചു. ദാസിദാസന്മാരെ നശിപ്പിച്ചു. മക്കളെ നശിപ്പിച്ചു. ഭവനത്തെ നശിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. 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 എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബ് ആമേൻ തൻ്റെ പരീക്ഷ കാലഘട്ടത്തിൽ താനും തൻ്റെ ഭാര്യയെ മാത്രം ശേഷിച്ചു. ആമേൻ. അതിൻ്റെ നടുവിൽ ഭാര്യയെ ശേഷിച്ചു. തൻ്റെ ഭാര്യ വന്ന് പറയണ, അല്ലയോ മനുഷ്യ, ഇനിയെങ്കിലും നിന്റെ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നുവോ, ഇനിയെങ്കിലും നിന്റെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് നീ മരിച്ചു കളകാന്ന് പറഞ്ഞു. പരാജയം വന്നപ്പോൾ സ്ത്രീ പറയുന്ന ആമേൻ യോബിന്റെ ഭാര്യ പറയുന്ന അനുഭവമാണ്, കാര്യമാണ്. ഹല്ലേലൂയ. ഈ പരീക്ഷയിൽ ആമേൻ അകപ്പെടാതെ, ആമേൻ പരീക്ഷയിൽ തോൽക്കാതെ ജയം പ്രാപിക്കേണ്ട ആമേൻ വ്യക്തികൾ പറയുന്നതാണ് ഇപ്രകാരം. അവനൊരു വോട്ടിംഗ് കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ തേച്ചു പറഞ്ഞ് മരിച്ചു കളകാന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. നമ്മൾ നന്മ അനുഭവിച്ചു, തിന്മയും നമ്മൾ കൊള്ളരുതോ എന്ന് പറഞ്ഞു. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. ഇയ്യോബ് മതി അതങ്ങനെ പറഞ്ഞു. ഇയ്യോബ് വാക്കുകളാലോ ചിന്തയാലോ ആമേൻ ആരൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു, ഭാര്യ അങ്ങനെ വന്ന് പറഞ്ഞെങ്കിൽ തന്നെ ദൈവത്തെ തേച്ചു പറയാൻ തയ്യാറായില്ല. ഈ പരീക്ഷയിൽ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ വലിയ പരീക്ഷ, സാത്താനും ദൈവമായിട്ടുള്ള പരീക്ഷയിൽ ഇരയായത് ഇയ്യോബായിരുന്നു. ഇയ്യോബ് ആമേൻ ദൈവത്തെ തേച്ചു എന്ന് പറഞ്ഞില്ല. പരീക്ഷയിൽ അവൻ ജയിപ്പാനിടയിൽ തീർന്നു. ഒന്നാമത്തെ പരീക്ഷയിൽ അവൻ ജയിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ വന്നപ്പോൾ സാത്താൻ പിന്നെയും ദൈവസന്നിധിയിൽ ചെന്നു. ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് പിന്നെയും ഒരു കുറ്റം പറഞ്ഞു. അവന് ഇയ്യോബിനെ മാത്രം ശേഷിച്ചു ഇയ്യോബിന്റെ നേരെ ഒന്ന് കൈനീട്ടാൻ പറഞ്ഞു. അങ്ങനെ ഇയ്യോബിനെ നേരെ കൈനീട്ടിയപ്പോഴാകുന്നു ഇയ്യോബിന്റെ ദേഹത്ത് ഉള്ളംകാലം വെച്ച പരിക്കളും ബുദ്ധിമുട്ടുകളാണ്. അങ്ങനെ പരിക്കളൊക്കെ വന്ന് പുണ്ണായി എല്ലാം വ്രണം കൊണ്ട് ചീഞ്ഞ് നാറുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലും ഇയ്യോബ് ആമേൻ ആ പരീക്ഷയിലേക്കും ആമേൻ ഇയ്യോബ് അതിജീവിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ ദൈവത്തെ തേച്ചു പറയാതെ ഈ പരീക്ഷയിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുവാനിടയിൽ തീർന്നു. ഈ പരീക്ഷയിൽ ഞാൻ ആമേൻ തോൽക്കത്തില്ല. ഈ പരീക്ഷയിൽ ഈ വ്യാധി ആമേൻ ഈ ആദിയുടെ നടുവിൽ, ഈ രോഗത്തിന്റെ നടുവിൽ, ഈ തകർച്ചയുടെ നടുവിൽ, ഈ ആമേൻ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ
ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ ജയം പ്രാപിക്കും, ഞാൻ സൗഖ്യം പ്രാപിക്കും. യോബ് ഒരിക്കൽ പറയേണ്ടത്, ഞാൻ ദേഹസഹിതന യേശുവിൻ്റെ മുഖം കാണും. ആമേൻ, എന്നമേൻ, ഹല്ലേലൂയ. ദേഹമൊഴിഞ്ഞ് ഞാൻ യേശുവിൻ്റെ മുഖം ഒരു നാൾ കാണും. സാത്താൻ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ ഈ പരീക്ഷയിൽ തോൽക്കത്തില്ല. ആമേൻ, എന്തൊക്കെ നഷ്ടം വന്നാലും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, യോബിൻ്റെ ജീവിതത്തിൽ 7 പുത്രന്മാർ 3 പുത്രിമാരും 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ഏർക്കാളയും 500 പെൺകഴുതയും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ദാസന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം പോയി, ഒന്നുമില്ല. ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇതുപോലെ സാത്താൻ പറപ്പിച്ചാൽ നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കും, എങ്ങനെ പ്രതികരിക്കും ദൈവത്തോട്? ആമേൻ, ആമേൻ. ഈ പരീക്ഷ കാലഘട്ടത്തിൽ യോബ് ദൈവത്തോട് കൂടെ ആയിരുന്നു. എന്നാൽ ആമേൻ, പിന്നെ യോബിനെ പിന്നെയും പരീക്ഷിക്കേണ്ടതിന് ചില ദാസന്മാരൊക്കെ വന്നു. അവരും ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുമായിട്ട് സംസാരിക്കുമ്പോഴും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യോബ് ദൈവത്തെ കുറ്റം പറഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി തിന്നി കർത്താവിന്റെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരിടവും തോറ്റില്ല. ഹല്ലേലൂയ. കർത്താവ് പറയുവാനിടയിൽ തീർന്നത്. യോബ് തോറ്റിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. നമുക്ക് വിരാമത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 1-5 വായിക്കുമ്പോൾ, ആമേൻ, അല്ലെ അത് വായിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ യോബിനുമുള്ളത് മുഴുവനും അവന്റെ പരീക്ഷാകാലത്തിൽ നഷ്ടപ്പെടുവാനിടയിൽ തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ നടുവിൽ എന്തായിരിക്കും നമ്മൾ പ്രതികരിക്കുക? നമ്മുടെ പരീക്ഷയിൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമോ? നമ്മുടെ കഷ്ടനഷ്ടങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, ഭാരങ്ങളിൽ, വേദനകളിൽ നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കും? യോബ് ഒന്നിന് പുറകെ 40 ദിവസത്തോളം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. യോബിന്റെ പ്രാർത്ഥനയാണ് ഇവിടെ യോബിന്റെ പുസ്തകം. ഹല്ലേലൂയ. യോബ് പറയുന്നു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. ഭയപ്പെട്ടത്, ആമേൻ, തൻ്റെ ഹൃദയത്തിലിരുന്നത് ഒക്കെ ഇത് ഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിലും എന്തൊക്കെ വന്നെങ്കിലും യോബ് തോൽക്കുവാനിടയായില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നോക്കിയപ്പോൾ തന്നെ ത്യജിച്ചു പറയാൻ, തൻ്റെ പരീക്ഷാ കാലഘട്ടത്തിൽ, ആമേൻ, പരീക്ഷയിൽ തന്നെ പരീക്ഷിച്ച പരീക്ഷയിൽ താൻ അകപ്പെടാതെ അവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആമേൻ. ആയതിൻ്റെ നടുവിൽ 40-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, യോബിൻ്റെ പുസ്തകം 40 വായിക്കുമ്പോൾ, ദൈവം ഇങ്ങോട്ട് ചുഴലിക്കാട് ചാച്ചി ഇങ്ങോട്ട് ഇറങ്ങുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവൻ 41 വായിച്ചാലും ദൈവാസിയെ 40-41 യോബ്, ആമേൻ, യോബിൻ്റെ അടുക്കൽ വന്ന്, ഹല്ലേലൂയ, ദൈവം എന്ന കർത്താവ് സംസാരിപ്പാനിടയിൽ തീർന്നു. നീ അറിവില്ലാത്ത വാക്കുകൾ ആലോചന ഇരുളാക്കുന്നവന് ഇവരാരെന്ന് പറഞ്ഞ് ദൈവം എന്ന് ചോദിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ യോബിന്റെ പരീക്ഷാ കാലഘട്ടത്തിൽ ജയിച്ച യോബിന്റെ അരികിലേക്ക് വന്ന് യോബിനെ ബലപ്പെടുത്തി ഒത്തിരി കാര്യങ്ങളിൽ യോബിനോട് സംസാരിച്ചു. യോബിന് നഷ്ടപ്പെട്ടു പോയതൊക്കെയും ഇരട്ടി കൊടുക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അവൻ എന്തൊക്കെ സംഭവിച്ചു എങ്കിലും യോബിന്റെ ജീവിതത്തിൽ അവൻ ഹല്ലേലൂയ പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനിടയിൽ തീർന്നു. അതിന്റെ വെളിച്ചത്തിൽ അവന് നഷ്ടപ്പെട്ട മുഴുവനും ദൈവം മടക്കി കൊടുത്തു. അവൻ എന്താ മടക്കി കൊടുത്തത്? നിങ്ങൾക്കാർക്കും മടക്കി വേണ്ടേ? നിങ്ങൾ നഷ്ടപ്പെട്ടതൊന്നും മടക്കി വേണ്ടേ? ദൈവ മക്കളെ, എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒത്തിരി ആയുസ് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, നന്മകൾ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടത്തിലാണ്. മടക്കി വേണ്ടേ? ശത്രു എടുത്തത് മടക്കി തരണ്ടേ? മടക്കി നമ്മൾ പ്രാപിച്ചെടുക്കണ്ടേ? ഹല്ലേലൂയ. നമ്മൾ പ്രാപിച്ചെടുക്കണം. നമുക്ക് നൽകണം. സാത്താന്റെ കയ്യിൽ നമ്മൾ തിരിച്ചെടുക്കണം. തിരിച്ചു തരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ തയ്യാറായാല് ആമേൻ, നമുക്ക് മടക്കി തരുന്നൊരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. യോബിന് വേണ്ടി യോബിന്റെ അവസാന വചനങ്ങൾ വായിക്കുമ്പോൾ യോബിന് ഹല്ലേലൂയ 7 പുത്രന്മാർ നഷ്ടപ്പെട്ടു, 3 പുത്രിമാർ നഷ്ടപ്പെട്ടു, 7000 ആടുകൾ നഷ്ടപ്പെട്ടു, 3000 ഒട്ടകം നഷ്ടപ്പെട്ടു, 500 ഏറുകാഴ നഷ്ടപ്പെട്ടു, 500 പെൺകഴുത നഷ്ടപ്പെട്ടു, ഏറ്റവും വലിയ ദാസന്മാർ നഷ്ടപ്പെട്ടു. എന്നാൽ 40 അദ്ദേഹത്തിന് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ 41 വായിക്കുമ്പോൾ
ആ ഇയ്യോബിന് ഇയ്യോബ് പരീക്ഷയിൽ ജയിച്ചത് കൊണ്ട്, ഇയ്യോബിൽ പരീക്ഷയിൽ കടക്കാതെ പരീക്ഷയിൽ നിന്ന് അവൻ ജയം പ്രാപിച്ചത് കൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് ഇയ്യോബിന് ഇരട്ടി 7 പുത്രന്മാർക്ക് പകരം എത്ര പുത്രന്മാര് അവിടെ എഴുതി? ലാസ്റ്റ് വചനം നോക്കിക്കാം. ദൈവം അവന് കിട്ടിയ വചനം, സ്തോത്രം, ഹല്ലേലൂയ. ഇയ്യോബിന് എന്തൊക്കെ കിട്ടി എന്നുള്ളത്. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആചരിച്ച് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. മുമ്പേ നമ്മള് നഷ്ടങ്ങളെ കണ്ട് നമ്മള് പരാജയപ്പെട്ടിരിക്കുകയല്ല, പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നഷ്ടം വന്നവരെയും നഷ്ടം വരാനിരിക്കുന്നവരെയും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെയും ക്ഷീണം അനുഭവിക്കുന്നവരെയും ഒക്കെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിന്റെ വെളിച്ചത്തിൽ ദൈവം നമ്മുടെ മുഖത്തെ ആദരിച്ച് ദൈവം നമുക്ക് വേണ്ടി ഇരട്ടി നൽകുവാനായിട്ട് തീരും. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ച് യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ച് അവന് 14,000 ആടും 6,000 ഒട്ടകവും. അവൻ 14,000 നോക്കിക്കേ, ഇരട്ടി നന്മകൾ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഇയ്യോബിന് കൊടുക്കുവാനിടയായിരുന്നു. 7 പകരം 14 കൊടുത്തു. 14,000 പുത്രൻ. ആമേൻ. 7 പുത്രന്മാർക്ക് പകരം 14 പുത്രന്മാരെ കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. 3 പുത്രിമാർക്ക് പകരം 6 പുത്രിമാരെ കൊടുത്തു. 7,000 ആടുകൾക്ക് പകരം 14,000 ആടുകളെ കൊടുത്തു. 3,000 ഒട്ടകങ്ങൾക്ക് പകരം 6,000 ഒട്ടകങ്ങളെ കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. 500 ഏർക്കാളയ്ക്ക് പകരം 1000 ഏർകാള കൊടുത്തു. 500 പെൺ കഴുതയ്ക്ക് പകരം 1000 കാളകൾ പെൺകഴുതകൾ കൊടുത്തു. ആമേൻ. ഇരട്ടി 14,000 പകരം 30,000 ദാസിദാസന്മാരെ കൊടുത്തു. ആമേൻ. എങ്ങനെയെന്ന് ചോദിച്ചാല്, ഹല്ലേലൂയ, എങ്ങനെയെന്ന് ചോദിച്ചാല് ആദ്യം ഇയ്യോബിനുണ്ടായിരുന്ന ജഡപ്രകാരമുള്ള മക്കളായിരുന്നു, ലോകപ്രകാരമുള്ള സ്വത്തുവകകളായിരുന്നു. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, ഇയ്യോബിന്റെ പരീക്ഷ കാലഘട്ടം കഴിഞ്ഞ് പരീക്ഷയെ അതിജീവിച്ചപ്പോൾ ഇയ്യോബിന് കിട്ടിയത് ആത്മീകമായിട്ടുള്ള വലിയ സമ്പത്ത്. ആർക്ക് നശിപ്പിക്കുവാൻ, ഒരു സാത്താനും നശിപ്പിക്കുവാൻ കഴിയാത്ത വിധമുള്ള ഇരട്ടി നന്മകൾ, ഇരട്ടി ബലം, ഇരട്ടി സ്വത്തുവകൾ, ഇരട്ടി മക്കൾ. ആമേൻ. ഓ ഹല്ലേലൂയ. ഭൗതികമായല്ല, ആത്മീകമായത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈ ലോകപ്രകാരമുള്ള മക്കൾ നഷ്ടപ്പെട്ടു പോയാലും ആത്മപ്രകാരമുള്ള മക്കൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകപ്രകാരമുള്ള മക്കൾ വേണ്ട. മക്കൾ നേരെ നിൽക്കത്തില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല. ദൈവവും വേണ്ട, അപ്പം വേണ്ട, അമ്മ വേണ്ട, ആരും വേണ്ട. ആമേൻ. യുവതിയുവാക്കളെ നോക്കിയ കാമുകൻ മതി, ലോകം മതി, ലോകസുഖം മതി. ഹല്ലേലൂയ. ലോകം മതി, ലോക ഇൻപങ്ങൾ, ലോക സ്വത്തുവകൾ മതി. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ആത്മപ്രകാരം നമ്മൾ വളർന്നിട്ടുണ്ടോ? ആത്മപ്രകാരം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉണർന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഓ ഹല്ലേലൂയ. എന്ന് പകൽക്കാലത്തിൽ ആത്മപ്രകാരം ഉള്ളത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ കേട്ടോ ദൈവമക്കളെ. ആമേൻ. ഇയ്യോബ് തൻ്റെ പരീക്ഷ കാലത്തിൽ ആദ്യം മുതൽ അവസാനം വരെ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉറച്ചു നിന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഇയ്യോബ് ഇരട്ടി ആമേൻ സ്വത്തുവകൾക്ക്, ഇരട്ടി നന്മകൾക്ക് അവൻ അവകാശിയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഇയ്യോബിൻ്റെ കാലത്ത്, പഴയ നിയമ കാലഘട്ടത്തിൽ ആമേൻ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ എന്നൊരു പ്രാർത്ഥന ഇല്ലായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ സംഭവിച്ച സകല പരാജയങ്ങൾക്കും ആമേൻ പരിഹാരം വരുത്തുവാൻ വേണ്ടിയാകുന്നു കർത്താവ് യേശു ലോകത്തിൽ അവതരിച്ചത്.
പുതിയ നിയമം കൊണ്ടുവന്നത് ആമേൻ ആമേൻ പഴയ നിയമപ്രകാരം പരാജയപ്പെട്ട് ആമേൻ സാത്താൻ തോൽപ്പിച്ച മനുഷ്യരെ മാനവരാശിയെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഓമന പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ വന്ന് പഠിപ്പിച്ചത് ആകുന്നു. ആമേൻ. ഇപ്രകാരം ആമേൻ ഹല്ലേലൂയ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥന പഠിപ്പിക്കാനിടയുള്ള പ്രാരംഭത്തിൽ. ഹല്ലേലൂയ. നേരത്തെ ഇപ്രകാരമുള്ള പ്രാർത്ഥന ഇല്ലായിരുന്നു. ആമേൻ. ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ ആമേൻ ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിക്കണം. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവാത്മാവ് മടക്കി തരുവാനിടയിൽ തീരും. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആമേൻ ഇതുപോലെയല്ല ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നത്. പക്ഷേ നമ്മുടെ സാഹചര്യം അനുകൂലമല്ലെങ്കിൽ നമുക്ക് ദൈവം തരുന്നത് പോലെ നമുക്ക് കൈമാറുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എങ്കിലും ആമേൻ നിങ്ങൾ കുറേയൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ട് ആമേൻ ദൈവവചനത്തിലൂടെ കുറേയൊക്കെ നിങ്ങൾ മനസ്സിലാകുവാനിടയെത്തിയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. പരീക്ഷയിൽ അകപ്പെടാതെ പരീക്ഷകൻ ശത്രുവാകുന്ന സാത്താൻ നമ്മോട് കൂടെ ഉണ്ട്, പുറകിലുണ്ട്. ദൈവത്തിൻ്റെ ദൂതനുമുണ്ട്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ കാവൽ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ആമേൻ ഒരു പാട്ടിൻ്റെ വരികൾ പാടി ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ കാഴ്ചകൾ നേർച്ചകൾ വഴിപാടുകളൊക്കെ അർപ്പിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ശത്രു ഏത് നേരത്തും ശത്രു ഇടർച്ച ചെയ്തിടും. ഭീതി വേണ്ട, ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. ഓ ഹല്ലേലൂയ. ഭീതി വേണ്ട. ആമേൻ ആമേൻ.